മുഖ്യമന്ത്രി സതീശന്റെ സെക്രട്ടറിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസറായിരുന്ന രത്തൻ ഖേൽക്കറെ നിയമിച്ചതിൽ ആദ്യ വെടിപൊട്ടിച്ചിരിക്കുകയാണ് വേണുഗോപാൽ. ഖേൽക്കറെ നിയമിച്ചത് ഭരണപരമായ കാര്യങ്ങളാണെന്നും ഭരിക്കുന്നവരുടെ തീരുമാനങ്ങളാണെന്നും ഇക്കാര്യത്തിൽ തനിക്ക് അഭിപ്രായമില്ലെന്നും കെ.സി. പ്രതികരിച്ചത്. ഇതിൽ ചില ഇരട്ടത്താപ്പുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ബംഗാളിലെ നിയമനത്തിൽ വാളെടുത്ത രാഹുൽ ഗാന്ധി സതീശന്റെ തീരുമാനത്തിൽ പക്ഷെ മിണ്ടുന്നില്ല. കെ.സി. ആകട്ടെ സംഭവം കുറച്ച് മൂക്കട്ടെ എന്ന കണക്കുകൂട്ടലിലാണ്. ഭരണപരമായി എടുക്കുന്ന തീരുമാനങ്ങൾക്കെല്ലാം ഉത്തരവാദി സതീശൻ മാത്രമായിരിക്കും, പാർട്ടിക്ക് ഇതിൽ ഒരറിവുമില്ലെന്ന് തുറന്നു കാട്ടി സതീശനെ ഒറ്റപ്പെടുത്തുന്ന ഒരു പണിയാണ് കെ.സി. കാണിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, ബംഗാളിൽ രാഹുൽ ഗാന്ധി എടുത്ത നിലപാടിന് നേരെ ഓപ്പോസിറ്റാണ് കേരളത്തിൽ വി.ഡി. സതീശൻ എടുത്തിരിക്കുന്ന നിലപാടും നടപടിയും. ഹൈക്കമാൻഡിനെ സതീശൻ നിരന്തരം എതിർക്കുന്നു എന്ന പ്രതീതി ഉടലെടുത്തു. അത് കൊഴിപ്പിക്കുകയാണ് കെ.സി. വേണുഗോപാൽ ചെയ്യുന്നത്. അതായത് മാക്സിമം ഹൈക്കമാൻഡിനെ കൊണ്ട് വി.ഡി. സതീശനെ അടിച്ചു പുറത്താക്കിക്കുക എന്നുള്ള ഒരു കളിയും കൂടിയുണ്ട്. മന്ത്രിസഭയിൽ കെ.സിയുടെ കൂട്ടരാണ് കൂടുതലുമുള്ളത്. ഭരണത്തിൽ കെ.സിയുടെ കൈയും ഉണ്ടെന്നത് പരസ്യമായ രഹസ്യം. എന്നിട്ടും സതീശന് വാരിക്കുഴി വെട്ടി വേണുഗോപാൽ നല്ല ഒന്നാം തരം കളിയാണ് ഇറക്കുന്നത്. ഭരണത്തിൽ ആരെയും അടുപ്പിക്കാതെ ക്രെഡിറ്റ് എല്ലാം ഒറ്റയ്ക്കെടുക്കാൻ സതീശൻ തുനിഞ്ഞാൽ പണിയാനാണ് തൻ്റെ ശിങ്കിടികളെ മന്ത്രിസഭയിൽ കെ.സി. ഇറക്കി വിട്ടിരിക്കുന്നത്. മികച്ച വകുപ്പുകളെല്ലാം തൂത്തുവാരി കെ.സി. വിജയിക്കുകയും ചെയ്തു. സതീശൻ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുകയാണെങ്കിൽ, ഏതെങ്കിലും കാര്യത്തിൽ ഒരു വിഷയത്തിൽ ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്താൽ അത് പൊളിച്ച് കയ്യിൽ കൊടുക്കാൻ ആദ്യം ഇറങ്ങുക കെ.സി. കൂട്ടരായിരിക്കും. സതീശനെ അടിച്ചിരുത്താൻ കെ.സിക്ക് കയ്യിൽ കിട്ടിയ ആദ്യ വടിയാണ് രത്തൻ ഖേൽക്കറുടെ നിയമനം. പാർട്ടിക്കോ മറ്റുള്ളവർക്കോ ഇതിൽ റോളില്ല എന്നും സതീശന്റെ മാത്രം തീരുമാനമാണെന്നും പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നു കെ.സി. അതായത് ഇനി സർക്കാരിനെതിരെ എന്ത് ആരോപണങ്ങൾ വന്നാലും അതിനെയെല്ലാം സതീശൻ ഒറ്റയ്ക്ക് നേരിട്ടോണം, അല്ലാതെ അത് പാർട്ടിയുടെ തലയിലേക്ക് കൊണ്ടുവയ്ക്കാൻ നിൽക്കരുതെന്നും, CPM-നെ പിണറായി വിജയൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ CPM വെളുപ്പിക്കാൻ വരുന്നത് പോലെ സതീശൻ എന്തെങ്കിലും കാണിക്കുമ്പോൾ കോൺഗ്രസോ UDF-ഓ വെളുപ്പിക്കാനോ ക്യാപ്സൂൾ ഇറക്കാനോ വരില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കെ.സിയുടെ വാക്കുകളിലുള്ളത്. പശ്ചിമ ബംഗാളിൽ സമാനമായ രീതിയിൽ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ മുൻ ഇലക്ഷൻ ഓഫീസറിനെ സെക്രട്ടറിയായി നിയമിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് ബിഗർ തെഫ്റ്റ് ബിഗർ ദ റിവാർഡ് എന്നാണ്. കേരളത്തിലെ ഈ തീരുമാനത്തിൽ രാഹുൽജി ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന വലിയ വിമർശനം ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. അതായത് ചോദ്യമുന നേരെ രാഹുൽ ഗാന്ധിക്ക് നേരെ നീട്ടിയിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് അനുഭാവികളും UDF-കാരും ഒപ്പം CPM-ന്റെയും സംഘപരിവാറിന്റെയും ആൾക്കാരെല്ലാവരും രാഹുൽ ഗാന്ധിക്ക് നേരെ വിരൽ ചൂണ്ടുന്നു. നിങ്ങൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെതിരായ ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്തുകൊണ്ട് രാഹുൽ പ്രതികരിക്കുന്നില്ല? അതോ ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞാലും വി.ഡി. സതീശൻ കേൾക്കില്ല എന്നാണോ എന്നുള്ള പരിഹാസങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാൻ കെ.സി. തയ്യാറായിട്ടില്ല. കെ.സി. ആകെ പറഞ്ഞിരിക്കുന്നത് ഭരണപരമായ തീരുമാനങ്ങളാണ് അതൊക്കെ, അതിൽ ഭരിക്കുന്നവർ മറുപടി പറയട്ടെ എന്നാണ്. അത് കൃത്യമായും വി.ഡി. സതീശനുള്ള ഒരു കൊട്ടാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ ഒരു ചർച്ച ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാർത്തയ്ക്ക് താഴെ വന്ന കുറച്ചധികം കമന്റുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കണം. അതിൽ നിന്ന് വ്യക്തമാകും കെ.സി. എന്താണ് കണക്ക് കൂട്ടുന്നത് എന്ന്. ഭരിക്കുന്ന സർക്കാരിന്റെ ദേശീയ സെക്രട്ടറി അല്ലേ കെ.സി. നിങ്ങൾ? ബംഗാളിൽ എതിർത്തു പറഞ്ഞതുപോലെ ഇവിടെ എതിർത്താൽ മുഖ്യൻ വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ ഓടിക്കുമെന്ന ഭയമാണോ എന്നൊരാൾ കുറിക്കുന്നുണ്ട്. എന്നാലും എൻ്റെ കോവാല, നിന്നെ ഇങ്ങനെ എടുക്കാച്ചരക്കായി മൂലക്കിരുത്തി കളഞ്ഞല്ലോ. മേനോൻ ചാർട്ടേഡ് വിമാനത്തിൽ പറക്കുമ്പോഴേ കരുതിയിരിക്കണമായിരുന്നു തന്നേക്കാൾ വലിയ കൊമ്പില പിടിച്ചിരിക്കുന്നതെന്ന്. അതായത് വി.ഡി. സതീശന് നേരെ ഇപ്പോൾ ഒരു വിമർശനമുണ്ട്. പ്രത്യേകിച്ചും അതിങ്ങനെയാണ്, അതായത് സംഘപരിവാറിന്റെ ആളായി വി.ഡി. സതീശൻ പരിണമിച്ചിരിക്കുന്നു എന്നാണ്. അതിന് ചില തെളിവുകളും ഒക്കെ ആയിട്ട് CPM-കാർ രംഗത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അതായത് അദാനിയുടെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കയറി സതീശൻ എങ്ങോട്ടാണ് പറഞ്ഞത്, തുറമുഖം കൈയടക്കിയതിന്റെ കാര്യം എന്താണ് എന്നൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അവിടുത്തെ സർക്കാർ അധികാരമേറ്റപ്പോൾ ഒപ്പം നിർത്തിയതുപോലെ ഇപ്പോൾ വി.ഡി. സതീശനും സമാനമായ നിലപാടാണ് കാണിച്ചിരിക്കുന്നതെന്നും ഇത് BJP നയമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വി.ഡി. സതീശന് നേരെ നടക്കുന്നുണ്ട്. അതായത് വി.ഡി. സതീശൻ സംഘപരിവാറുകാരനാണ് എന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതിന് വെള്ളവും വളവും ഒഴിക്കുന്ന ഒരു നടപടിയാണ് കെ.സിയുടെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടാകുന്നത്.
അതായത് KC പറഞ്ഞു വെക്കുന്നത് ഭരണത്തിലുള്ളവർക്ക് ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നല്ലേ. പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ കസേര കിട്ടാൻ നേരം KC പറഞ്ഞത് എന്നും കമന്റുകൾ വരുന്നുണ്ട്. കൊതിക്കറുവ് കാണിക്കാതെ വേണു സാറേ എന്നും ചിലർ പറയുന്നു. നിങ്ങളുടെയും രാഹുലിന്റെയും അല്ലേ പാർട്ടി, അതോ മാറിയോ ഇനിയിപ്പോൾ? കേശവൻ മഠത്തിൽ അങ്ങനെ പറഞ്ഞു ഒഴിയല്ലേ. ചെറിയ മുറുമുറുപ്പ് അത് ഞങ്ങൾക്ക് ഈ വാക്കുകളിലൂടെ ഫീൽ ചെയ്യുന്നുണ്ട്. വിഷമം, കുശുമ്പ്, നഷ്ടബോധം എന്തൊക്കെയോ ഉണ്ട് ഈ വാക്കുകളിൽ. അതെന്താ അങ്ങനെ? നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ടിക്കും ഈ നിയമനത്തിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലേ എന്നാണ് KC വേണുഗോപാലിനോട് മറ്റു ചിലർ ചോദിക്കുന്നത്. നിങ്ങളും മറുപടി പറയണം. ഇത് ജനാധിപത്യമാണ്. ഗൗരവമായി എടുത്തില്ലെങ്കിൽ ഇല്ലാതാക്കുന്നത് നിങ്ങളാവും ആദ്യം. വേണുഗോപാലിന്റെ വാക്കുകളിൽ പൂക്കി മുക്കിനിട്ടുള്ള താങ്ങാണല്ലോ എന്നും ചിലർ ചോദിക്കുന്നു. അല്ലെ, ഇപ്പോൾ അങ്ങ് VD സതീശനെ കൈവിടുകയാണോ, അതോ ഇനി ഭരിക്കുന്നത് വീണ്ടും ഇടതുപക്ഷമാണോ എന്നും ചിലർ പരിഹസിക്കുന്നു. വന്നല്ലോ കുത്തിത്തിരിപ്പിന്റെ ഉസ്താദ്, കോൺഗ്രസിന്റെ അന്തകനെന്ന് ചിലർ കുറിക്കുന്നു. പാവം, ഭരണത്തിലില്ലാത്ത ഇങ്ങേരോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ എന്ന് മറ്റു ചിലർ KCയെ പരിഹസിക്കുന്നു. ഭരണത്തെ ഏത് തൊഴുത്തിൽ കെട്ടണമെന്ന് തീരുമാനിച്ചോട്ടെ എന്നാണോ KC കരുതുന്നത് എന്നും ചിലർ ചോദിക്കുന്നു. രത്തൻ ഖേൽക്കർ ഭേദപ്പെട്ട ഉദ്യോഗസ്ഥനാണെങ്കിലും ജനങ്ങളിൽ സംശയം ജനിപ്പിക്കുന്ന താൽപര്യ നിയമനങ്ങൾ റിപ്പീറ്റാണേ. രത്തൻ ഖേൽക്കർ ഭേദപ്പെട്ട ഉദ്യോഗസ്ഥനാണെങ്കിലും ജനങ്ങളിൽ സംശയം ജനിപ്പിക്കുന്ന താൽപര്യ നിയമനങ്ങൾ ഒഴിവാക്കണം. ഇങ്ങനെ പറഞ്ഞൊഴിഞ്ഞു മാറാൻ പറ്റുന്ന സ്ഥാനമാണോ KC നിങ്ങൾക്കുള്ളത്? താങ്കൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ ഉള്ളത് വലിയൊരു പദവിയല്ലേ? ഇപ്പോൾ താങ്കൾ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നത് സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാകും. താങ്കളെ മുഖ്യമന്ത്രി ആക്കാതിരുന്നതിന്റെ കെറിവ്, സത്യാവസ്ഥ എന്നെങ്കിലും താങ്കളുടെ നാവിൽ നിന്ന് തന്നെ പുറത്തു വരും. നമുക്കിതിൽ റോളില്ല, ഒളിഞ്ഞിരുന്ന് കണ്ടു ചിരിക്കാം, 5 കൊല്ലം പോകില്ല, ഇങ്ങനെയൊക്കെയാണ് ഈ കമന്റുകൾ വരുന്നത്. ഇതിൽ KC വേണുഗോപാലിനെ അനുകൂലിച്ചും KC വേണുഗോപാലിനെതിരെയും VD സതീശനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. നമ്മൾ ഈ കമന്റുകൾ വായിക്കുന്നത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഏറ്റവും കൂടുതൽ, അതായത് ഇപ്പോൾ UDF സർക്കാരിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ചില കമന്റുകൾ, അത് സോഷ്യൽ മീഡിയയിലും സർക്കാരിനും UDFനും ഒക്കെ തന്നെ പാരയാകുന്ന രീതിയിൽ കമന്റുകൾ ഇടുന്നത് കോൺഗ്രസ്സുകാരും UDFകാരും തന്നെയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതായത് അനിൽകുമാറിനെ ഇവിടുത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയാക്കിയതിനെ പ്രകീർത്തിച്ചു കൊണ്ടിട്ട ഒരു പോസ്റ്റായിരുന്നു. പക്ഷെ അതിന് താഴെ UDFകാരായിരുന്നു ഏറ്റവും കൂടുതൽ വന്ന് തെറി വിളിച്ചത്. അതായത് KCയുടെ പെട്ടിതാങ്ങി ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ഈ ഗ്രൂപ്പ് കളിയുണ്ടല്ലോ, അത് അടപടലം എല്ലാ തലത്തിലേക്കും ബാധിച്ചിട്ടുണ്ട്. UDFന്റെ നേതാക്കളിലും പ്രവർത്തകരിലും ഒക്കെ ഇത് ബാധിച്ചു കിടപ്പുണ്ട്. ഇതിനെ പൊളിച്ചു മാറ്റാതെ ഇവർ ടീം UDF ആയി ഒരു കാലത്തും ഒരുമിച്ച് നിൽക്കാൻ പോകുന്നില്ല. അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഈ കമന്റുകളൊക്കെ വായിച്ചത്. എന്തായാലും രത്തൻ ഖേൽക്കറെ നിയമിച്ച വിഷയത്തിൽ തനിക്കൊന്നും പറയാനില്ല എന്നും അതിൽ VD സതീശൻ തന്നെയാണ് മറുപടി പറയേണ്ട ആളെന്നും KC വേണുഗോപാൽ പറഞ്ഞു വെച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ വിവാദത്തിലേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് രാഹുലിനെ പോലും വലിച്ച് കീറുന്ന നടപടികളും നിലപാടുകളുമാണ് എടുക്കുന്നത് എന്നുള്ള വലിയ വിമർശനമാണ് ഹൈക്കമാൻഡിന് നേരെ ശക്തമാകുന്നത്. ഈ വിവാദം ദേശീയ തലത്തിൽ ചർച്ചയാക്കിയിരിക്കുകയാണ് BJPയും. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP നേതാവ് അമിത് മാളവ്യ രംഗത്തെത്തി. രാഹുൽ ഗാന്ധിയുടെ കാപട്യം തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നുവെന്നും ബംഗാളിലെ നിയമനത്തെ വിമർശിച്ച രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലെ നിയമനത്തിൽ മിണ്ടാട്ടമില്ലെന്നും BJP പരിഹസിച്ചു. രത്തൻ ഖേൽക്കറുടേത് സീനിയോറിറ്റി മാനദണ്ഡങ്ങൾ മറികടന്നുള്ള നിയമനമാണെന്നും BJP വക്താവ് വിമർശിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അവധി ദിനത്തിൽ തന്നെ രത്തൻ ഖേൽക്കർ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആയിരുന്ന ഡോക്ടർ രത്തൻ ഖേൽക്കറെ മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറി ആക്കിയതിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വിമർശനങ്ങൾ ശക്തമാകുകയാണ്. UDFനെ ജയിപ്പിച്ചതിലുള്ള ഉപകാര സ്മരണയാണോ ഇതെന്ന് CPMും BJPക്കാരും ചോദിക്കുന്നു. എന്നാൽ നിയമനത്തിൽ രാഷ്ട്രീയമില്ലെന്നും കാര്യശേഷിയുള്ള ഉദ്യോഗസ്ഥനാണ് രത്തൻ ഖേൽക്കർ എന്നും മന്ത്രിയും KPCC പ്രസിഡന്റുമായ സണ്ണി ജോസഫ് പ്രതികരിച്ചത്. ഇതിനിടെ പ്രതിപക്ഷത്തിന്റെ കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങൾക്കിടയിലും വിവാദങ്ങൾക്കും മധ്യേ മുഖ്യമന്ത്രിയുടെ പുതിയ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ ഖേൽക്കർ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അവധി ദിവസമായിരുന്നിട്ട് കൂടി ഇന്ന് തന്നെ അദ്ദേഹം ഓഫീസ് ചുമതലകൾ ഏറ്റെടുത്തിരിക്കുന്നത്. CPM നേതാവ് P രാജീവ് അടക്കമുള്ള നേതാക്കൾ ഈ നിയമനത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഈ വിവാദ നിയമനത്തിൽ യാതൊരുവിധ രാഷ്ട്രീയവും ഇല്ലെന്നും തികച്ചും കാര്യശേഷിയുള്ള ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ പദവിയിലേക്ക് തെരഞ്ഞെടുത്തതെന്നും ഭരണപക്ഷം വ്യക്തമാക്കുന്നു. VD സതീശന്റെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട്
രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നിരുന്നു. മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമെന്ന് രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും പ്രതികരിച്ചത്.